തൃശൂർ പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിൽ 9 വോട്ടുകൾ കള്ളവോട്ട് ചേർത്തുവെന്നാണ് പരാതി. നിലവിൽ 9 പേരും ഫ്ളാറ്റിലുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. 9 പേരും ഫ്ളാറ്റിലില്ല. 30-ാം നമ്പർ ബൂത്തിൽ 3 ഫ്ളാറ്റുകളിൽ ക്രമക്കേട് നടന്നുവെന്നൊരു പരാതിയും കൂടി വന്നിട്ടുണ്ട്. ജെയ്സൺ ചാമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, ഗുഡ് മോർണിംഗ് ജെയ്സൺ. അപ്പോൾ രാഹുൽ ഇഫക്റ്റ്, നമ്മുടെ മഹാദേവപുര മോഡലിലുള്ള വ്യാജ വോട്ട് ചേർക്കലുകൾ തൃശ്ശൂരും നടന്നു എന്നതിൻ്റെ ആദ്യത്തെ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഈ ഫ്ളാറ്റിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എന്താണ്? വോട്ട് ചെയ്തവർ പൊടിയും തട്ടിപ്പോയോ ജെയ്സൺ? അരുൺകുമാർ, ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ മറ്റേ ക്യാപിറ്റൽ വില്ലേജ് എന്ന ഫ്ലാറ്റിൻ്റെ രണ്ടാമത്തെ ബ്ലോക്കിലാണ്. 4ാമത്തെ നിലയിലാണ്. അവിടെ വാടകക്കാർ 9 വോട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന മറ്റൊരാളിന് ഈ വോട്ടിനെ കുറിച്ച് അവിടെ താമസിക്കുന്ന പ്രസന്ന എന്ന യുവതിക്ക് ഒന്നും അറിയില്ല എന്നതാണ്. ആരൊക്കെ അതിൽ ഇവർ ഏതൊക്കെ പേരുകളിൽ ഇപ്പോൾ 9 വോട്ടുകൾ ചേർത്തത്? മനീഷ് MS, പിന്നെ മുഗാമി അമ്മ, സരിത, പിന്നെ മോനിഷ, അജയ് കുമാർ S, സുധീർ, സന്തോഷ് കുമാർ, സതീഷ് ബാബു, സുകേഷ്, ഹരിദാസ് എന്നിങ്ങനെ 9 വോട്ടുകളാണ് അവിടെ ചേർത്തിട്ടായിട്ട് കാണുന്നത്. അവർ 4 വർഷമായിട്ട് ഇപ്പോഴുള്ള സിരിമല താമസക്കാരാണ്. അതായത് ഈ വോട്ട് ചേർത്തതിൽ 4 വർഷമായിട്ട് ഒരു പ്രസന്ന എന്ന് പറഞ്ഞൊരു സ്ത്രീ താമസിക്കുന്നു. അവർക്ക് അറിയില്ല, അവരറിയാതെയാണ് ഈ വോട്ടുകൾ അവിടെ ചേർത്തിട്ടുള്ളത്. ഈ പ്രസന്ന എന്ന ചേച്ചി അവിടെ ഉണ്ടോ ജെയ്സൺ? നടന്നിട്ടുള്ളത് ഈ നമ്മൾ 30-ാം ബൂത്തിൽ നമ്മൾ മുകളിലേക്ക് കയറാമെന്ന് കരുതിയിട്ട് നമുക്ക് പ്രസന്ന എന്ന ചേച്ചിയെ കാണാം. നമുക്ക് അവിടെ പോയിട്ട് ജെയ്സൺ ഫോം വാങ്ങിക്കോളൂ. ആ ചേച്ചിയോട് ചോദിക്കൂ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു. ഈ പറഞ്ഞ ഇവരെയൊക്കെ അറിയാമോ? ഈ മോനിഷ, മനീഷ, അജിത് കുമാർ തുടങ്ങിയ ആളുകളുണ്ട്. അവരുടെ ശ്രീ VS സുൽകുമാർ, വെരി ഗുഡ് മോർണിംഗ്. അങ്ങ് ഒരു നിമിഷം നമ്മളുടെ ഈ ദൃശ്യങ്ങളൊന്ന് കാണണം. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിൽ ഞങ്ങളുടെ പ്രതിനിധി ജെയ്സൺ ചാമോളപ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെ 9ാമത്തെ ഒരു ഫ്ളാറ്റിൽ 4 വർഷമായിട്ട് പ്രസന്ന എന്നൊരു ചേച്ചി താമസിക്കുന്നുണ്ട്. ആ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ജെയ്സൺ പോയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ അതേ മേൽവിലാസത്തിൽ 9 പേരുടെ പേരുണ്ട്. ഇത് പ്രസന്ന ചേച്ചിയുടെ ബന്ധുക്കളാണോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. അവിടെ നമ്മുടെ പ്രതിനിധി ജെയ്സൺ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. അങ്ങ് തുടരണം ടെലിഫോൺ ലൈനിൽ. ഓക്കെ, അപ്പോൾ ജെയ്സൺ ആ ഫ്ളാറ്റിലേക്ക് കയറി പോയിട്ടുണ്ട്. ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിൽ 30-ാമത്തെ നമ്പർ ബൂത്തിലാണ് ഒരു ഫ്ളാറ്റിൽ പ്രസന്ന ചേച്ചിയാണ് താമസിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ ഓപ്പറേഷൻ എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കണം. അതുകൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാവുക. ഇത് നേരത്തെ VS സുൽകുമാർ ഉന്നയിച്ച വിഷയമാണ്. രാഹുൽ ഗാന്ധിയും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ഇത് ഉന്നയിച്ച വിഷയമാണ്. പക്ഷേ അന്നൊന്നും ആരും ഗൗരവത്തിൽ ഈ വിഷയം എടുത്തില്ല. ഇന്നിപ്പോൾ തെളിവ് സഹിതം ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. അത് രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലാണെന്നൊരു കാരണമായി തീരുന്നത്. മഹാദേവപുരയിൽ നമ്മുടെ ക്യാപിറ്റൽ വില്ലേജ് ബ്ലോക്കിലേക്ക് നമ്മുടെ ജെയ്സൺ കയറി പോയിട്ടുണ്ട്. ജെയ്സൺ അവിടെ എത്തട്ടെ. അതുപോലെ ഞാനിതൊന്ന് വിശദീകരിക്കാം. ഇത് 6 മാസം നിങ്ങൾക്ക് ആ മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരനാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പറ്റൂ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ 9 വോട്ടുകൾ ചേർത്തിരിക്കുന്നു. ഒരു മേൽവിലാസം കൊടുത്തു. ഞങ്ങൾ മേൽവിലാസം കണ്ടെത്തി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പ്രസന്ന എന്ന് പറയുന്ന ചേച്ചിയാണ്. ആ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ടാണ് ജെയ്സൺ ഇപ്പോൾ അങ്ങോട്ട് പോയിരിക്കുന്നത്. പക്ഷേ ഈ മേൽവിലാസത്തിൽ 9 പേരുടെ പേര് ചേർത്തിരിക്കുന്നു. അപ്പോൾ ഈ 9 പേരുടെ പേര് ചേർക്കുകയും അവർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മഹാരാഷ്ട്രയിലും സമാനമായ രീതിയിലാണ് ചേർത്തത്. ഇവിടെയും ഇപ്പോൾ കർണാടകയിലും സമാനമായ രീതിയിലാണ് ചേർത്തിരിക്കുന്നത്. 25 മണ്ഡലങ്ങളിൽ 33,000-ൽ താഴെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ സമാനമായ രീതിയിൽ ഒരു ബൾക്കായിട്ടുള്ള ഫേക്ക് വോട്ടേഴ്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം. അതിന് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിരോധിക്കാനാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ജെയ്സൺ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. മുകളിലോട്ട് കയറിപ്പോയി ജെയ്സനെ കാണാനില്ല. ചായ കുടിച്ചോന്നും അറിയില്ല. അവിടെ പോയി ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കാണാത്തത്. നമ്മൾ തെറ്റിദ്ധരിച്ചു. അപ്പോൾ ഏറ്റവും VS സുൽകുമാർ, ഞാൻ ജെയ്സൺ അങ്ങോട്ട് കയറാൻ പോവാണ്. ലിഫ്റ്റിലാണ് ഇപ്പോൾ ജെയ്സൺ ഉള്ളത്. ഇത് പ്രാഥമികമായി നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് ഇങ്ങനെ ഒരുപാട് കേസുകൾ ഇവിടെയുണ്ട് എന്നാണ്. ഇല്ലാത്ത മേൽവിലാസത്തിൽ ആളുകളുടെ പേരുകൾ ഉണ്ടാവുന്നു. അവർ വോട്ട് രേഖപ്പെടുത്തി പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു നിമിഷം VS സുൽകുമാർ, ജെയ്സൺ രാവിലെ പ്രസന്ന ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചേച്ചിയൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. നമുക്ക് ഒന്ന് നോക്കാം. നമസ്കാരം ചേച്ചി, ഞാൻ റിപ്പോർട്ടറിൽ നിന്നാണ്. ജെയ്സൺ എൻ്റെ പേര്, തൃശ്ശൂർ റിപ്പോർട്ടർ. കയറിയിരിക്കുന്നില്ല. ഇതിപ്പോൾ ഇത് നിങ്ങളുടെ ഇതിൽ തന്നെയല്ലേ ചേർത്തിരിക്കുന്നത്? ഇവരെ നിങ്ങൾക്ക് അറിയുമോ? അറിയില്ല. ഈ 9 വോട്ട് നിങ്ങൾ ഈ പറയുന്ന ചേർത്തിട്ടുണ്ട് പറയുന്നു. ഞങ്ങൾക്ക് അറിയില്ല. ഇവരാരും ഞങ്ങൾക്ക് അറിയണതല്ല. ഞങ്ങൾ 4 വർഷമായി ഇതിൽ താമസിക്കുന്നു. 4 വർഷമായിട്ട് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നു. അവരുടെ പേരുകളൊന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാം. ഇല്ല ഇല്ല, അറിഞ്ഞിട്ടില്ല. ഓക്കെ, പ്രേക്ഷകർ ഇത് കാണണം.
4C എന്ന പ്രസന്ന ചേച്ചി താമസിക്കുന്ന ഫ്ലാറ്റിലെ മേൽവിലാസിൽ ചില വോട്ടുകളാണ്. 4C ക്യാപിറ്റൽ വില്ലേജ് എന്ന ഫ്ലാറ്റിലെ 4C എന്ന്. ഉറക്കെ വായിച്ചോളൂ. അറിയില്ല. അടുത്ത ബാബു, ബാബു, സതീഷ് ബാബു, അറിയില്ല. സുകേഷ്, സുകേഷ്, അറിയില്ല. ഹരിദാസൻ, ഹരിദാസ്, അറിയില്ല. സുധീർ, അറിയില്ല. അജയ്കുമാർ, അറിയില്ല. മനീഷ്. അറിയില്ല. അപ്പൊ ഈ 9 പേരുകളും ചേച്ചി അറിയാതെ ചേച്ചിയുടെ ഫ്ലാറ്റിൽ വോട്ട് ചേർത്തു അല്ലേ? ചേച്ചി പരാതിയാണ് കൊടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം പരാതി വന്നപ്പോൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെന്തെങ്കിലും അന്വേഷണം എന്തെങ്കിലും നടന്നു? അതറിയില്ല. അവിടെ നിന്ന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താന്ന് നമുക്കറിയില്ല. ഇത്തരത്തിൽ വേറെ ഈ ഫ്ലാറ്റിലെ ആളുകൾ വോട്ട് ചേർത്തായിട്ട് അറിയോ ചേച്ചിക്ക്? ഈ ഫ്ലാറ്റിൽ വേറെ ഉണ്ടോന്ന് അറിയില്ല. ഓക്കെ, എന്നാലും ചേച്ചി നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കണ്ട. ചേച്ചി താങ്ക് യു ചേച്ചി. സത്യസന്ധമായിട്ട് നമ്മളോട് കാര്യങ്ങൾ ചേച്ചി കാര്യങ്ങൾ വിശദീകരിച്ചു.